മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 153 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയാം. സങ്കീർത്തനങ്ങൾ 131 മുതൽ 134 വരെ. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ നിന്നായിരുന്നു ഇന്നലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ശരി ഉത്തരങ്ങൾ റിവീൽ ചെയ്യാണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ദാവീദ് നേർന്നത് ആർക്ക്? ഉത്തരം യാക്കോബിന്റെ വല്ലഭന്. സങ്കീർത്തനങ്ങൾ 132 രണ്ടാമത്തെ വാക്യത്തിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഹെർമോന്യ മഞ്ഞ് പെയ്യുന്നത് എവിടെ? ഉത്തരം സിയോൻ പർവ്വതത്തിൽ. സങ്കീർത്തനങ്ങൾ 133 മൂന്നാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: പുരോഹിതന്മാർ ധരിക്കുന്നത് എന്ത്? പുരോഹിതന്മാരെ ധരിപ്പിക്കുന്നത് എന്ത്? ഉത്തരം നീതി, രക്ഷ. സങ്കീർത്തനങ്ങൾ 132 9, 16 വാക്യങ്ങളിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ചോദ്യം: യഹോവയുടെ അഭിഷിക്തന് ഒരുക്കിയിട്ടുള്ളത് എന്ത്? ഉത്തരം ഒരു ദീപം. സങ്കീർത്തനങ്ങൾ 132 17 നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയത് ആര്? ഈ ലോകത്തിന്റെ ദൈവം. ഉത്തരം കേട്ടോ, ഈ ലോകത്തിന്റെ ദൈവം. 2 കൊരിന്ത്യർ 4:4 നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. എല്ലാവർക്കും ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻസ് പറഞ്ഞു തരാം. സങ്കീർത്തനങ്ങൾ 135 മുതൽ 138 വരെ, 2 കൊരിന്ത്യർ 5-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.